ആദ്യം ഞാൻ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരോടും നന്ദി പറയുന്നു. വേദിയിലിരിക്കുന്ന വിശിഷ്ടാതികളോടും നന്ദി പറയുന്നു. ഇത്രയും സമയം ഈ ചൂടത്ത് എൻ്റെ അച്ഛന് വേണ്ടി ഇവിടെ ഇരിക്കുക എന്ന് പറയണത് എനിക്ക് വലിയൊരു കാര്യമാണ്. നേരത്തെ എല്ലാവരും പറഞ്ഞ പോലെ അച്ഛൻ്റെ മരണത്തിൽ അഭിമാനമുണ്ട്, അച്ഛൻ്റെ പേര് എന്നും നിലനിൽക്കും. അതിലൊക്കെ ഞങ്ങളും അങ്ങനെയാണ് ആശ്വാസം കണ്ടെത്തുന്നത്. പക്ഷെ അച്ഛനെ പറ്റി പറയാൻ എല്ലാ മകളെ പോലെ എനിക്കും കുറേ കാര്യങ്ങളുണ്ട്. ഇന്നിവിടെ കുറേ തീവ്രവാദത്തിനെ പറ്റി പറഞ്ഞു. ഞാൻ എൻ്റെ അച്ഛനെ പറ്റി പറയാം. അച്ഛൻ്റെ ആണല്ലോ അനുസ്മരണം. അച്ഛനും അമ്മയും ചേട്ടനും ഞാനും, ഇതായിരുന്നു ഞങ്ങളുടെ കുടുംബം. എല്ലാവർക്കും അറിയുന്ന പോലെ അച്ഛന് കൂടുതൽ ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ല. അച്ഛൻ എടപ്പള്ളിക്കാരനാണ്, അമ്മ എടപ്പള്ളിക്കാരിയാണ്. ഞങ്ങൾ ഇവിടെ തന്നെയായിരുന്നു. കുട്ടിക്കാലത്ത് അച്ഛൻ്റെ കൈ പിടിച്ച് നടക്കുന്നതിലും എനിക്കിഷ്ടം അച്ഛൻ്റെ തോളത്തിരുന്ന് സഞ്ചരിക്കാനായിരുന്നു. ഈ വഴികളിലൂടെയൊക്കെ അച്ഛൻ എൻ്റെ തോളത്ത് വെച്ചിട്ടാണ് നടന്നിരിക്കുന്നത്. കുറേ ഓർമ്മകളുണ്ട് കുട്ടിക്കാലത്തെ, പലതും വളരെ ചുരുക്കത്തിൽ ഞാൻ പറയാം. അച്ഛനും അമ്മയും ഈക്വലി വീട്ടിലത്തെ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്താണ്. ആ സ്നേഹവും കണ്ടാണ് ഞങ്ങൾ മക്കൾ വളർന്നത്. അപ്പോൾ രാത്രിയാവുമ്പോൾ ഉറക്കുന്നത് അച്ഛൻ്റെ ഡ്യൂട്ടിയും അടുക്കളയിൽ ബാക്കി ഫുൾ വൈൻഡപ്പ് ചെയ്യണത് അമ്മയുടെ ഡ്യൂട്ടിയാണ്. അച്ഛൻ പാവം രാവിലത്തെ ഓട്ടം കഴിഞ്ഞ് ഞങ്ങളെ ഉറക്കാൻ വരുമ്പോൾ ഞങ്ങൾക്ക് ആകെ ഒരു കഥയെ കേൾക്കുന്നുണ്ടോ, കുറിഞ്ഞിപ്പൂച്ചയുടെ കഥ. അപ്പോൾ കുറിഞ്ഞിപ്പൂച്ച മക്കളെ സംരക്ഷിക്കാൻ വേണ്ടി വീടുണ്ടാക്കുന്നതാണ് കഥ ചുരുക്കം. അച്ഛൻ അത് പറഞ്ഞ് ഞങ്ങൾ ഉറങ്ങാറില്ല. അച്ഛൻ പകുതിയാവുമ്പോൾ മയങ്ങി. അവസാനം അച്ഛൻ ഗ്യാസ് ബുക്ക് ചെയ്യുന്ന കാര്യങ്ങളും പലതും ഒക്കെയാണ്. കുറിഞ്ഞിപ്പൂച്ച ഗ്യാസ് ബുക്ക് ചെയ്യാൻ പോയി, കുറിഞ്ഞിപ്പൂച്ച ഫീസ് അടയ്ക്കണം, ഇതൊക്കെ ആയിരിക്കും അച്ഛൻ. അപ്പം ഞാനും ചേട്ടനും കൂടി അച്ഛനെ കുലുക്കി വിളിച്ചിട്ട് ഉണർത്തി അച്ഛനെ കൊണ്ട് കഥ പറയിപ്പിച്ച് തീർത്താണ് കിടന്നുറങ്ങാറ്. ഇങ്ങനെ ഒരു കുട്ടിക്കാലം എല്ലാവർക്കും ഉണ്ടാവുമായിരിക്കും. പക്ഷെ ഞങ്ങൾ അത് ഇപ്പോഴും പറഞ്ഞ് അച്ഛനുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും പറഞ്ഞ് ചിരിക്കും, ഞാനും ചേട്ടനും അമ്മയും കൂടി. അച്ഛൻ വളരെ ഫൺ ലവിങ് പേഴ്സൺ ആയിരുന്നു. നേരത്തെ എല്ലാവരും പറഞ്ഞ പോലെ അച്ഛൻ്റെ സുഹൃത്ത് വലയം വളരെ വലുതായിരുന്നു. ഇപ്പം ഇവിടെ വന്നിരിക്കുന്ന അച്ഛൻ്റെ ഫ്രണ്ട്സിനെ കാണുമ്പോൾ ഞാൻ അതിൻ്റെ ഒരു കസേരയുടെ അപ്പുറത്ത് എനിക്ക് എൻ്റെ അച്ഛനെ കാണാം. അമ്മ പറയും, പണ്ട് മൊബൈൽ ഫോണൊന്നും ഇല്ലാത്ത കാലത്ത് അച്ഛൻ ദേവങ്ങളങ്ങരയിൽ എന്തെങ്കിലും മേടിക്കാൻ വന്ന് തിരിച്ച് വീട്ടിലെത്തില്ല ചില സമയത്ത്. അപ്പം അമ്മ പറയും, അന്വേഷിക്കണ്ട, ബാലുവിൻ്റെ അടുത്തായിരിക്കും. അച്ഛനും ബാലുമാനും രണ്ട് ശരീരമാണെങ്കിൽ ഒരു മനസ്സാണെന്ന് അമ്മയാണ് എപ്പോഴും പറയാറ്. പെഹൽഗാമിൽ ചെന്നപ്പോഴും അച്ഛന് വൈഫൈ കണക്ഷൻ വേണ്ടിയിരുന്നത് ബാലു പറഞ്ഞു വിളിക്കണം, ബാലുവിനെ അറിയിക്കണം എന്നുള്ളതായിരുന്നു. അച്ഛനോടുള്ള ഫ്രീ ടൈമിൽ ഞങ്ങൾ സംസാരിക്കുമ്പോൾ അച്ഛൻ കൂടുതലും പറയും അച്ഛൻ്റെ സ്കൂളിലത്തെയും കോളേജിലത്തെയും കഥകളാണ്. അതിവർ കസിൻസിൻ്റെ കൂടെ ഉണ്ടായ കഥകൾ, ഫ്രണ്ട്സിൻ്റെ കൂടെ ഉണ്ടായ സംഭവങ്ങൾ, അത് പറഞ്ഞ് ചിരിക്കുകയും അത് പറയാൻ അച്ഛന് 100 നാവാണ്. പറഞ്ഞ കഥകൾ എന്നെ റിപ്പീറ്റ് പറയണത് അച്ഛൻ്റെ ആ കഥ പറയാനുള്ള ശൈലിയും അതൊക്കെ എന്നും ഇപ്പോഴും ഞങ്ങളുടെ കൂടെ ജീവിക്കുന്ന ശബ്ദമുണ്ട്. അച്ഛൻ്റെ ശബ്ദം, അച്ഛൻ പറയണ കഥകളും എല്ലാം അത് പിന്നെയും ഓർത്തോർത്ത് ഞാൻ ഇടയ്ക്ക് തന്നെ ഇരുന്ന് ചിരിക്കുകയും ഓർക്കാറുമുണ്ട്. അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം അതൊക്കെ പറയുമല്ലോ, അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞേനെ എന്നൊക്കെ ഞാൻ ഓർക്കാറുണ്ട്. അച്ഛനും അമ്മയും തമ്മിലുള്ള കോൺവെർസേഷൻസിൽ നിന്നാണ് ഞാൻ പൊളിറ്റിക്സ് എന്താണെന്ന് അറിയണത്. പൊളിറ്റിക്കൽ വ്യൂസ് അച്ഛൻ ഉണ്ടായിരുന്നു. പക്ഷേ ഈ പൊളിറ്റിക്കൽ വ്യൂസും റിലീജിയനും ഒരിക്കലും അച്ഛന് ആൾക്കാരുടെ ഇടയിൽ ഉണ്ടായിരുന്നില്ല. എല്ലാവരെയും അച്ഛൻ ഒരുപോലെയാണ് കണ്ടിരുന്നത്. ഇന്നിപ്പോൾ അച്ഛൻ ഇല്ലാണ്ട് 1 വർഷം കഴിയുമ്പോൾ പലരും ഞങ്ങളോട് വന്ന് പറയാറുണ്ട്, അച്ഛൻ ഇങ്ങനെ സഹായം ചെയ്തു, അച്ഛൻ അങ്ങനെ സഹായം ചെയ്തു. ഇത് അമ്മയ്ക്ക് പോലും അറിയില്ല, അച്ഛൻ പറയാറില്ല, അച്ഛൻ പറഞ്ഞു നടക്കാറില്ല അച്ഛൻ ചെയ്ത കാര്യങ്ങൾ. ഇന്ന് അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ അമ്മ ചോദിക്കുമ്പോൾ അച്ഛൻ അത് അച്ഛൻ്റെ ഒരു പുഞ്ചിരിയിൽ ഒതുക്കിയേനെ, കൂടുതലൊന്നും പറയുകയുമില്ല. അന്ന് പെഹൽഗാമിൽ ആദ്യത്തെ ഗൺഷോട്ട് കേട്ടപ്പോൾ ഇത് പലപ്പോഴും ഞാൻ പറഞ്ഞതാണ്. അച്ഛൻ അപ്പോഴും പിള്ളേരുടെ നോക്കി അച്ഛൻ്റെ ഫോണിൽ ഫോട്ടോ എന്തോ നോക്കുക, ഫോട്ടോ എടുക്കാൻ വേണ്ടി നോക്കുക. ഗൺഷോട്ട് കേൾക്കുമ്പോൾ ഞാൻ അച്ഛനോട് ഇത് ഗൺഷോട്ടാണോ അച്ഛാ എന്ന് പറയുമ്പോൾ അച്ഛൻ അപ്പോഴും ആ പുഞ്ചിരിയോടുകൂടി വളരെ കാമായിട്ട് അല്ല വല്ല പടക്കം പൊട്ടിയതായിരിക്കും. ഞാൻ പറഞ്ഞു, പടക്കോ ഈ മലയുടെ മേലെയോ എന്ന് ഞാൻ ചോദിക്കലും പിന്നെ എല്ലാം സംഭവങ്ങൾ പെട്ടെന്നായിരുന്നു. അവസാനം വരെയും അച്ഛൻ ആ ചിരിയും കാംനെസ്സും അച്ഛൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അച്ഛൻ്റെ ധൈര്യത്തെ പറ്റി ഇവിടെ എല്ലാവരും പറഞ്ഞു, ശരിയാണ്.
അച്ഛൻ കാമായി സംസാരിച്ചാൽ ഒരു സിനിമയിൽ പറയുന്ന പോലെ വേണ്ടി വന്ന മുണ്ടി മടക്കി കുത്താനും അച്ഛന് പറ്റുമായിരുന്നു. ആ ധൈര്യമാണ് ഇന്ന് ഞങ്ങളുടെ കൂടെ ഉള്ളത്. ഞങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലം വരുമ്പോൾ അച്ഛനെ വിളിച്ച് പറയുമ്പോൾ അച്ഛൻ ഒരു ചിരിയോടുകൂടി ഞങ്ങളുടെ തോളത്ത് തട്ടി പറയും, നിസ്സാര കാര്യത്തിനാണോ ഇത്, ധൈര്യമായിട്ടിരിക്കുക എന്ന് പറയും. ഇന്ന് ആ ചിരിയും അച്ഛൻ്റെ ആ സ്പർശവും അതേൽക്കാൻ ഞങ്ങൾ 3 പേരും കൊതിക്കുന്നുണ്ട്. ഈ വേദിയിൽ ഇപ്പോൾ അച്ഛൻ ഉണ്ടെന്നുള്ള വിശ്വാസത്തോടു കൂടി ഞാൻ അച്ഛൻ്റെ ഭാഷയിൽ പറയാണ്, രാഷ്ട്രമാണ് 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 വലുത്. ജയ് ഹിന്ദ്, ഭാരത് മാതാ കി ജയ്.